എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാനൊരു കരിയർ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ കരിയറിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ്, അതിൽ എന്തൊക്കെ നമുക്ക് മാറ്റാം, ഉള്ള സൊല്യൂഷൻസോ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. സോ ഇന്ന് പിക്ക് കാർഡിന് പകരം ഇന്ന് നമ്മളൊരു നമ്പർ ആൻഡ് കുറച്ച് സൈൻസ് ആയിരിക്കും പിക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏത് ആണോ കൂടുതൽ റെസനേറ്റ് ആവുന്നത് അത് പിക്ക് ചെയ്യുക. 777 പൈൽ നമ്പർ 1 ആയിരിക്കും. 999 പൈൽ നമ്പർ 2 ആയിരിക്കും. സോ 777 റെസനേറ്റ് ആവുന്നവർക്ക് മേ ബി ഒരു ഫ്ലവേഴ്സ്, ലോട്ടസ്, എന്തെങ്കിലും കാർ, ബൈക്ക്, ലേക്ക്, എന്തെങ്കിലും പുഴകളോ ലേക്കോ, അതേപോലെ വൈറ്റ് ആൻഡ് ബ്ലൂവിലുള്ള എന്തെങ്കിലും ആൻഡ് ഗ്രീൻ കളറിൽ എന്തെങ്കിലും ഒക്കെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ 777 ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ 777 റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി 999 ഉള്ളവർക്ക് ബട്ടർഫ്ലൈസ്, റോസസ്, അഗർബത്തി, ചന്ദനത്തിരിക് ആൻഡ് വൈറ്റ് പെബിൾസ്, ആങ്ക്ലെറ്റ്, പാദസരം, അതൊക്കെ എന്തെങ്കിലും റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 999 ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഏതിലാണോ അട്രാക്റ്റഡ് ആവുന്നത് അത് ചൂസ് ചെയ്യാം. ടൈംലെസ് മെസ്സേജ് ആയിരിക്കും, കളക്റ്റീവ് മെസ്സേജ് ആയിരിക്കും. റെസനേറ്റ് ആവുന്ന എടുക്കുക, അല്ലാത്ത വിട്ടേക്കുക. പേഴ്സണൽ സെഷൻ അല്ല അത്. ഓക്കെ, സോ കുറച്ച് ടൈം തരാം. യു ക്യാൻ ചൂസ്. ഓക്കെ, ഇനി ചൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പോസ് ചെയ്യാം കേട്ടോ. പോസ് ചെയ്ത് ചൂസ് ചെയ്തിട്ട് തിരിച്ചു വരാം. 777 ആണ് ചൂസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോട്ടസ്, ഫ്ലവർ, കാർ, ഗ്രീൻ, പൈൽ നമ്പർ 1 777 ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള മെസ്സേജ് എന്താ? പൈൽ നമ്പർ 1 777 കരിയർ മെസ്സേജസ് ഫോർ പൈൽ നമ്പർ 1 777 കരിയർ മെസ്സേജസ് ഫോർ പൈൽ നമ്പർ 1 777 777 777. Just for pile number 1 777. Career messages for pile number 1. കുറച്ച് മെസ്സേജസ് ഉണ്ട്. താഴെ വീണ മെസ്സേജസ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. സോ ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ്, കുറേ ആലോചിച്ചിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മേ ബി നിങ്ങളൊരു തിങ്കിങ് എനർജിയിലായിരിക്കും. കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ആലോചിച്ചെടുക്കേണ്ട എന്തോ കാര്യങ്ങളുണ്ട്. മേ ബി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഒരു തിങ്കിങ് സ്റ്റേജിലാണ്. എന്തോ ലോങ് ടേം കാര്യത്തിലായിരിക്കാം. നിങ്ങളുടെ ജോബിൻ്റെ മേ ബി ബാങ്കിങ്, ഫൈനാൻസ് റിലേറ്റഡ് എന്തെങ്കിലും റിലേറ്റഡുള്ള ആൾക്കാരുകളായിരിക്കാം. എന്താ പറയുക, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, എന്തെങ്കിലും ലോങ് ടേം നോക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറണ്ട് കരിയറിൽ അൺഫുൾഫിൽഡ് ആയിട്ടുള്ളവരായിരിക്കാം. ഒരു ഫുൾഫില്ലിംഗ് ജോബ് തേടുന്നവരായിരിക്കാം. ഒരു ബോറിംഗ് ജോബിൽ നിന്ന് എങ്ങനെ ഒരു ഫുൾഫില്ലിംഗ് ജോബ്, എങ്ങനെ ഒരു കരിയർ മാറ്റം ഉണ്ടാവാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്, ഒരു തിങ്കിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങളുടെ കരിയറിലുള്ളത്. ആൻഡ് എന്തോ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റെബിലിറ്റി റിലേറ്റഡ്, നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിരിക്കണം. ആ ഒരു സ്റ്റെബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിലാണ് ആദ്യം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു സ്റ്റെബിലിറ്റി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു തിങ്കിങ്ങിലായിരിക്കാം. ആൻഡ് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇത്ര നാൾ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഫുൾഫിൽ യു. മേ ബി എന്തെങ്കിലും ഒരു സംതിങ്, ഒരു ഓൾഡ് ജോബ് വിട്ടു പോകേണ്ട കേസായിരിക്കാം. ആൻഡ് ഓൾഡ് ജോബ് അത് വിട്ടു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ജോബ്, ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു കരിയർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ആ കരിയർ നിങ്ങൾക്ക് വളരെയധികം ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിരിക്കും. വളരെയധികം ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിരിക്കും. ലോട്ട്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് സക്സസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്.
ആൻഡ് വളരെയധികം ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു തിങ്കിങ് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഈ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ലുക്ക് അറൗണ്ട്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രാബ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് ഫ്രം യൂണിവേഴ്സ്. ആൻഡ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെയധികം ഫുൾഫില്ലിംഗ് ആയിട്ട് ഒരു കരിയറിലായിരിക്കും. നല്ല സക്സസ് ഉണ്ടായിരിക്കും. വിക്ടറി, സക്സസ്, 6 of Wands കരിയറിൽ 6 of Wands കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു സക്സസ് കാർഡാണ്, വിക്ടറി കാർഡാണ്. സോ ദർ വിൽ ബി വിക്ടറി. ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ എന്തൊരു ജോബിലേക്കാണോ നോക്കുന്നത് അതിലേക്ക് അപ്ലൈ ഒക്കെ ചെയ്യാൻ തുടങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെയിലേക്ക് വരും ആൻഡ് അത് നിങ്ങളെ വളരെയധികം ഫുൾഫില്ലിംഗ് ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഷുവർ. സോ ടേക്ക് ആക്ഷൻസ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആക്ഷൻസ് എടുക്കേണ്ട? തിങ്കിങ് സ്റ്റേജിൽ മാറി ഒരു ആക്ഷൻ സ്റ്റേജ് എടുക്കുക. ആൻഡ് എന്താണ് പൈൽ നമ്പർ 1 നമ്മൾ പറയാനുള്ളത്? പൈൽ നമ്പർ 1 കരിയർ. പൈൽ നമ്പർ 1 കരിയർ. മേ ബി നിങ്ങൾ കുറച്ച് ഈ ഒരു അൺഫുൾഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയും കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എനർജി, ലോ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വരെ റീഡിങ് കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. സോ ബട്ട് സ്റ്റിൽ അത് വർക്കൗട്ട് ആവും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരും. യു വിൽ ഗെറ്റ് യുവർ ആൻസേഴ്സ്, യു വിൽ ഗെറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് അത്ര എനർജിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, പക്ഷേ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോസിറ്റീവ് കാർഡ്. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1 കരിയർ എന്താണ്? പൈൽ നമ്പർ 1 കരിയർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഡിവൈനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു ടേക്ക് റൈറ്റ് ആക്ഷൻസ്. ഞാൻ എന്താ പറഞ്ഞത്? ആക്ഷൻസ് എടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് റൈറ്റ് ആക്ഷൻസ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ബിക്കോസ് യു ഡിസേർവ് ദിസ്. സോ ഇറ്റ്സ് പുതിയ ടൈം, ഓപ്പർച്യൂണിറ്റീസ്, മാനിഫെസ്റ്റേഷൻ, ആ ഒരു പുതിയ പവറൊക്കെ വരുന്ന ഒരു ടൈമാണ്. ആൻഡ് ഇറ്റ്സ് ന്യൂ ഇയർ. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോട്ട്സ് ഓഫ് സക്സസ് ഉണ്ടാവും. ആൻഡ് അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഞാൻ നേരുന്നു നിങ്ങൾക്ക്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റീഡിങ്. കരിയറിൻ്റെ കാര്യത്തിലായാലും. പൈൽ നമ്പർ 1 കരിയർ. പൈൽ നമ്പർ 1 കരിയർ. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഞാൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സെയിം കാർഡ്സാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ്. വെറുതെ ഇരുന്ന ഓപ്പർച്യൂണിറ്റി വരില്ല. ആക്ഷൻ എടുക്കുക. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം അതിലേക്ക് ആക്ഷൻ എടുക്കുക. തിങ്കിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞു, ആക്ഷൻസ് എടുക്കുക. എന്നാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻസ്. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ടേക്ക് യുവർ ടൈം, മെഡിറ്റേറ്റ്. കുറച്ച് ഡീപ് ബ്രെത്ത് എടുക്കുക, സമാധാനമായിട്ടിരിക്കുക. സ്വന്തം നമ്മൾ പുറത്ത് ചോദിക്കുന്നതിനും സ്വയം കൂടെ ഇരിക്കുക. എന്താ വേണ്ടതെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ആൻഡ് ടേക്ക് ആക്ഷൻസ്. ഡെഫിനറ്റ്ലി ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിരിക്കും. ഡെഫിനറ്റ്ലി വിക്ടറി ആയിരിക്കും. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ദിസ് ഇസ് യുവർ റീഡിങ്. ക്ലെയിം ദിസ്. ഞാനിതിവിടെ വെച്ച് നിർത്താൻ പോവാണ് ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻസ്. ആൻഡ് നിങ്ങളിത് ജനുവരി 1 മുന്നേ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓർ അത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഉണ്ട്, ഷിഫ്റ്റ് യുവർ റിയാലിറ്റി. സോ നിങ്ങൾക്കത് ജോയിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. 3 days പവർഫുൾ വർക്ക്ഷോപ്പ് ആയിരിക്കും വിത്ത് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആൻഡ് ഹീലിങ്സ്. ആൻഡ് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ കോൺടാക്റ്റ് ചെയ്യുക ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഈ പൈൽ നമ്പർ 2 നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കരിയർ റീഡിങ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 കരിയർ റീഡിങ് ഫോർ പൈൽ നമ്പർ 2 എന്നുള്ള കരിയർ റീഡിങ് എന്താണ്? പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 കരിയർ റീഡിങ് എന്താണ്? നിങ്ങൾ എന്തിനെയാണോ നിങ്ങൾ ഇത്ര നാൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്, ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ആക്ഷൻസ് എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ ആ ആഗ്രഹിച്ച മനസ്സിൻ്റെ ഉള്ളൊരു ഐഡിയ എന്തായിക്കഴിഞ്ഞാലും അതെന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഡു ദാറ്റ്. ആൻഡ്
ദാറ്റ് ഈസ് ഗോയിങ് ടു ബ്രിങ് യു വിക്ടറി. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ചെയ്ത് നിൽക്കുകയാണ്, 2 ഓപ്ഷൻസിൽ ഡൗട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ദാറ്റ് ഫുൾഫിൽസ് യു. നിങ്ങളുടെ മൈൻഡിൽ ഒരെണ്ണം എന്ന് ചെയ്യണമെന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. ബി കോൺഫിഡൻറ്റ് ഓഫ് വാട്ട് യു വോണ്ട്, ബിക്കോസ് അത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കരിയർ റിലേറ്റഡ് ആയാലും അതുകൊണ്ടുള്ള ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തോ കറണ്ട് സിറ്റുവേഷനിൽ ഭയങ്കരധികം ഇമോഷണലി ആൻഡ് സ്റ്റക്ക് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇറ്റ്സ് ടൈം ടു എക്സ്പാൻഡ്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി കിടക്കുകയാണ്, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. കൂടുതൽ ഇമോഷണലി ഇൻവോൾവ് ആണ് ആൻഡ് യു ആർ ഡിവൈൻലി ഗൈഡഡ്. നിങ്ങൾ എന്തൊരു കാര്യമാണോ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഡൗട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ദാറ്റ് തിങ് ഈസ് ഡിവൈൻലി ഗൈഡഡ്. ഡു ദാറ്റ്. എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു എനർജിയിലേക്ക് വരാൻ നോക്കുക. എന്നെക്കൊണ്ട് പറ്റും, ദിസ് ഇസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് എന്നുള്ളൊരു എനർജിയിൽ വരിക. ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു അവർ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോൾ ഒരു മൈൻഡ് ഒന്ന് പറയുന്നു, ഹാർട്ട് ഒന്ന് പറയുന്നു എന്നുള്ളൊരു രീതിക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ബട്ട് നിങ്ങൾ ആ മൊമെൻറ്റ് അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രിങ് യു ദാറ്റ് ഈസ് ഗോയിങ് ടു അട്രാക്ട് മെനി അതർ തിങ്സ്. വിക്ടറി, നിങ്ങളുടെ കരിയറിലും വിക്ടറി കാർഡ് ഉണ്ട്. ബട്ട് ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. എന്തൊക്കെയാണോ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇത്ര നാൾ ഞാൻ എന്ത് ചെയ്തത്, ഇത്ര നാൾ എന്നിട്ട് എവിടെ എഫേർട്ട്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം സെയിം എനർജീസാണ് 2 പൈലിലും. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, 2 കാര്യത്തിൽ സ്റ്റക്കാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഇമോഷണലി ആണ് വിചാരിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്യുക, ലോജിക്കലി ഷിഫ്റ്റ് ചെയ്യുക. സെയിം കാർഡ്സ് ആണോ? എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡിവൈൻ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകെട്ടി വേണ്ട 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 ഒരു ബോറിങ് എനർജിയിൽ ഇരിക്കുകയാണ്. എന്തിനാണോ ഇമോഷണലി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോജിക്കലി റീപ്ലേസ് ചെയ്യുക. ബിക്കോസ് അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ട്. പിന്നെ എന്തിനാ ഡിലേ ആക്കുന്നത്, എന്തിനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ബിക്കോസ് അത് കാരണം നിങ്ങൾക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്തോ ഒരു കാര്യത്തിൽ, വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിലിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ആ എടുക്കുന്ന ഓവർ തിങ്കിങ് ആണ്. മേ ബി ആ ഒരു കരിയറിനെ ആലോചിച്ചിട്ട് ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നും മാറുന്നില്ല, ഒന്നും ചേഞ്ച് ആവാത്ത എന്നുള്ളൊരു തോട്ടിലായിരിക്കാം. ആൻഡ് ചില കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാലും എത്രത്തോളം അതിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നടന്നു പോവുക. ബിക്കോസ് അതിൻ്റെ അപ്പുറത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, ദിസ് ഈസ് വാട്ട് ഐ നീഡഡ്, ദിസ് ഈസ് വാട്ട് ഐ വിഷ്ഡ് ഫോർ, ഇതാണ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അത് എത്രത്തോളം എഫേർട്ട് ഇട്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഫുൾഫിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, ലീവ് ഇറ്റ് ഫ്രം ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരും. നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്കൊരു കാര്യത്തിന് ഫുൾഫിൽഡ് അല്ല, അവിടെ നിന്നിട്ട് അതിൽ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് ദാറ്റ്. ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ് ദാറ്റ്, നമ്മളാണത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ചേഞ്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഡോണ്ട് ബ്ലെയിം യൂണിവേഴ്സ്. എന്തുകൊണ്ടൊന്നും മാറണില്ല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ഈസ് ഗിവിങ് യു ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച്. യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളത് മേടിക്കും അവിടെ വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ വീണ്ടും ആലോചിച്ച് വിഷമിച്ചിരിക്കും. ആ ഒരു എനർജിയാണോ? എന്നിട്ട് ആലോചിച്ച് കൂട്ടും. ഇറ്റ്സ് ടൈം ടു എക്സ്പാൻഡ്. ഇറ്റ്സ് ടൈം ടു നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യാതെ എത്രത്തോളം നിങ്ങൾക്ക് അറിയില്ല. ലൈക്ക് ഈവൺ വെൻ യു ഡൗട്ട് ദ പ്രോസസ്, ട്രസ്റ്റ് യൂണിവേഴ്സ്. ആ പ്രോസസ്സിന് നമുക്ക് ഡൗട്ട് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണം എന്നില്ല. ട്രസ്റ്റ് ദ പ്രോസസ്. ബിക്കോസ് അവിടെ നിന്ന് നിങ്ങൾക്ക് റിയലി ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. റിയലി നിങ്ങൾക്ക് ആ ഗ്രോത്ത് അറിയാൻ പറ്റും. ഇമോഷണലി ഫുൾഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരും. ആൻഡ് പൈൽ നമ്പർ 2 കരിയർ റീഡിങ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. 2 പൈലിലും ഇതാ വന്ന് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ടേക്ക് ആക്ഷൻസ്, അത്രേ ഉള്ളൂ. ടേക്ക് ആക്ഷൻസ്. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഇത് കൂടുതൽ എന്ത് കൺഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടേ? ബി ബോൾഡ്, ടേക്ക് ദ ഫസ്റ്റ് മൂവ്. എവറിത്തിങ് യു ഡിസേർവ് ദിസ്, യു വിൽ ഗെറ്റ് ദിസ്. സിമ്പിൾ ആസ് ദാറ്റ്. ഇത് കൂടുതൽ ഒരു കൺഫർമേഷനും ഇല്ല. ഇതേ ഇരിക്കണു കൺഫർമേഷൻ. ആൻഡ് ജനുവരി 1 മുന്നേ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ജനുവരി 1, 2, 3 വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റ് യുവർ റിയാലിറ്റി, ഗൈഡഡ് മെഡിറ്റേഷൻസും ഹീലിങ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. ആൻഡ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാനലിൻ്റെ പേജിലുണ്ടായിരിക്കും. അല്ല നിങ്ങൾക്ക് റെക്കോർഡിംഗ് സെഷൻസ് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റെക്കോർഡിംഗ് സെഷൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ.
ആൻഡ് പുതിയ അപ്ഡേറ്റ്സിനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ ചാനൽ ജോയിൻ ചെയ്യുക. ആൻഡ് എവറി വൺ സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളുടെ കരിയർ വിൽ ബി ഫുൾഫില്ലിംഗ്. ടേക്ക് ദ ആക്ഷൻ. ബി ബോൾഡ്. ബി ബോൾഡ്. എന്തോ കാര്യത്തിലും നിങ്ങൾ ബോൾഡായിട്ട് ആക്ഷൻ എടുക്കണം. എന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. പേടിച്ചിരുന്ന ഒന്നും നടക്കില്ല. ഡൂ ദാറ്റ്. എന്തിനാണ് പേടിക്കുന്നത്? ഡൂ ദാറ്റ്. സീ ഹൗ യു ഗ്രോ. സീ നിങ്ങളുടെ സ്റ്റെബിലിറ്റി വളരുന്നത് നിങ്ങൾ തന്നെ കാണാൻ പറ്റും. സോ സ്റ്റേ ബ്ലെസ്ഡ്.